എന്റെ പ്രിയപ്പെട്ടവരോട് ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം വചനം വായിച്ചപ്പോഴോ പ്രസംഗം കേട്ടപ്പോഴോ ധ്യാനിച്ചപ്പോഴോ അതേ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വചനം അവഗണിക്കരുത്. അത് അവഗണിച്ചാൽ അവസാനത്തെ കോടതി വിളിക്കും. നീ എന്റെ വചനത്തെ ഇന്നിടത്ത് വെച്ച് ഇന്നതുപോലെ വെറുത്തു. അടുത്ത വാക്ക് വായിച്ചേ. കൊലപാതകന്മാർ പോകില്ല. പിന്നെ ബിംബാരാധികൾ അവിടെ ചെല്ലുകയില്ല. പിന്നെ ഭോഷ്കിൽ പ്രിയപ്പെടുന്ന അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും ഈ നഗരത്തിനകത്തല്ല, അതിന് പുറത്തു തന്നെ. എന്റെ ഡിക്ലറേഷൻ അല്ലേ, ദൈവത്തിന്റെ ഡിക്ലറേഷനാ കേട്ടോ. ഇത് മനസ്സിലാക്കുമ്പോൾ പിന്നെ പ്രശ്നം വരികയില്ല. 21:8 വായിച്ചാട്ടോ. സെയിം വെളിപ്പാട് പുസ്തകം തന്നെ ആ നഗരത്തിൽ പ്രവേശിക്കുന്ന യോഗ്യത അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വായിച്ചാട്ടോ. എന്നാൽ ഭീരുക്കൾ, അതാരാ ഭീരുക്കള്? ഓരോ വാക്കിൽ എക്സ്പ്ലനേഷൻ എന്നല്ലേ, മോശമല്ലേ? അല്ല, ഭീരുക്കളാരാ? അത് നിങ്ങൾക്ക് അറിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞുണ്ടാക്കി ആദ്യം മുതൽ കൊണ്ടുവരണം. ഇതിനകത്ത് ഭീരുക്കളാരിലും ഉണ്ടോ? അവിടെ സ്വഭാവം എങ്ങനെ ഇരിക്കും? ഈ ഒബേദ്യാവെന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനുണ്ട്. പുള്ളിയുടെ ജോലി ഒളിവിടത്തിൽ പാർക്കുന്ന വിശ്വാസികൾക്ക് അപ്പം ചുമ്മിക്കൊണ്ട് കൊടുക്കുന്ന 50 പേരെ വീതം പുള്ളിയുടെ തലയിൽ വെച്ച് ഉള്ള കഷണ്ടിത്തലയാകെ വന്ന് അതേ ഉള്ള രോമം മുഴുവൻ പൊടിയും പോയിട്ട് പുള്ളി ജോലി അപ്പം ചുമ്മി കൊടുക്കുക. അപ്പൊ ഏലിയാവ് പറഞ്ഞു, നിന്റെ നേതാവിനോട് രാജാവിനോട് ഇത് പറ, ഞാനിവിടെ ഉണ്ടെന്ന്. ഇവൻ കയ്യും കാലും വറയ്ക്കാതെ പറയും, അടിയൻ എന്തോ ദോഷമാണ് ചെയ്തത്. ഏലിയാവിന്റെ ആൾക്കാർക്ക് അപ്പം ചുമന്നുണ്ട് പറ്റെങ്കിൽ ധീരതയോടെ സാക്ഷ്യം വഹിപ്പാൻ ചങ്കൂറ്റമില്ല. അവനോടാ പറഞ്ഞത്, നീ ഭയപ്പെട്ടിട്ട് അങ്ങനെയുള്ളവരോടാ പറയുന്നത്. ഭീരുക്കൾ ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. സത്യമാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച പലർക്കും അതൊന്ന് വെട്ടിത്തുറന്ന് പറയാനോ സത്യത്തിന്റെ സാക്ഷികളാണെന്ന് പറയാനോ അതിനകത്ത് നേരെ നിൽക്കുവാനോ വിടേണ്ടത് വിട്ട് എടുക്കേണ്ടത് എടുത്ത് നേരെ പോകാനോ പലർക്കും കഴിയല്ല. അവരുടെ കൂടെ ചെല്ലുമ്പം അതിന് വേണം, ഇവിടെ കൂടെ വരുമ്പോൾ ഇവിടും വേണം. അങ്ങനെയുള്ളൊരു ഇതിനകത്തുണ്ടോ? ഇതൊരൊരുക്കത്തിന്റെ ദിവസമാണ്. കുറച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് പോകണം. നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടതും വെറുത്തതുമായ പാപത്തെ എന്നും എന്നേക്കും വിട്ടതാണ്. കൊച്ചമ്മയുടെ ഉപ്പാപ്പന്റെ അമ്മാച്ചന്റെ അവിടെ ചെല്ലുമ്പോൾ അവരോടുകൂടെ ഒതും, മറ്റേടത്ത് വരുമ്പോൾ അന്യഭാഷയും ഇതും അല്ല കുഞ്ഞെ നടക്കുകയില്ല. ഇത് രണ്ടിനും നടുവിൽ ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാ പറഞ്ഞത്? ഭീരുക്കൾ അവിടെ കിടക്കയില്ല. അടുത്ത വാക്ക് വായിച്ചേ. അവിശ്വാസികൾ അവിടെ കിടക്കയില്ല. അടുത്ത വാക്ക് വായിച്ചേ. അറയ്ക്കപ്പെട്ടവർ അവിടെ കിടക്കയില്ല. അടുത്ത വാക്ക് വായിച്ചേ. കുലപാതകന്മാർ അവിടെ കിടക്കയില്ല. അടുത്ത വാക്ക് വായിച്ചേ. ദുർനടപ്പുകാർ മുമ്പേ പറഞ്ഞല്ലോ, അവരവിടെ കിടക്കയില്ല. ക്ഷുദ്രക്കാർ അവരവിടെ കിടക്കയില്ല. ബിംബാരാധികൾ അവരും കിടക്കയില്ല. അടുത്തത് എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക എന്ന നരകം തന്നെ. രണ്ടാമത്തെ മരണം. ഇതിനകത്ത് ഈ പ്രവർത്തിക്കാരാ അവിടെ ചെല്ലുന്നത്, സഭക്കാരല്ല. ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ദൈവരാജ്യത്തെ കടക്കുകയില്ല. ഈ ലിസ്റ്റിനകത്തെ വല്ല കാര്യവും നമ്മുടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ രാത്രി ഇവിടെ വെച്ച് അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുക. ഇനി മേലില്ല പാപം നമ്മെ അതെ പിടിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ ലിസ്റ്റ് വായിച്ചപ്പോ ഏതാണ്ട് അങ്ങ് ചെല്ലുന്നവരാരാ ചെല്ലാത്തവരാണ് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ജനറൽ ആയിട്ടെങ്കിലും ചിലർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലോ ഈ ദുഷ്പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ. ഇനി അടുത്ത വാക്യം കേട്ടാട്ടോ. റോമാലേഖനം 1-ാം അധ്യായം 29 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഒരു ലിസ്റ്റ് എടുത്ത് ഞാൻ 2 ഭാഗം കൂടെ ഇനി ലിസ്റ്റിൽ വായിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം പോലെ അതിന് പിടിപാടുണ്ടാകും. വായിച്ചാട്ട് വാക്യം. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. അടുത്തത് കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ ഭരണയോഗ്യർ. അവർ ജീവനിൽ കടക്കത്തില്ല. ഈ പ്രവർത്തിക്കാർ ഏതു സഭക്കാരായാലും മരണയോഗ്യർ തന്നെ. പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും പ്രശ്നം വരാൻ കാര്യമില്ലല്ലോ. സഭയുടെ കുറ്റം പറഞ്ഞാലല്ലേ ഉള്ളൂ വിഷമം. പ്രവൃത്തിയുടെ കുറ്റം പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. കുഞ്ഞെ അടുത്ത വാചകം ഒന്ന് വായിച്ചേ. അടുത്ത് മരണയോഗ്യർ എന്നുള്ള ദൈവവിധി അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ
പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അവർ മരണയോഗ്യർ, അവർ ശിക്ഷായോഗ്യർ, അവർ ദൈവനഗരത്തിന് പുറത്ത്. സംശയിക്കണോ? ഒന്ന് ആലോചിക്കണേ. ഈ വക പണി വല്ലതും എൻ്റെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതേറ്റ് പറഞ്ഞു വീക്ഷിച്ചാൽ മതി. അത് നമ്മൾ അതിനോട് ഗുഡ് ബൈ പറഞ്ഞാൽ മതി. എങ്കിലേ അങ്ങ് ചെല്ലത്തുള്ളൂ. ഇവിടെ അവകാശവാദമൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങാവുന്നേ ഉള്ളൂ, അങ്ങ് ചെല്ലത്തില്ല. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലത്തില്ല. കുടുംബം പറഞ്ഞ് അവിടെ ചെല്ലത്തില്ല. സഭയുടെ ലേബല് പറഞ്ഞ് അങ്ങ് ചെല്ലത്തില്ല. ആ ജീവിക്കേണ്ട പ്രമാണമാണ് നമ്മുടെ മുമ്പിൽ വലുത്. അതനുസരിച്ച് ജീവിക്കണം. ഇനിയും കൊരിന്ത്യർ ലേഖനം എടുത്താട്ട്, എഫേസ്യ ലേഖനം എടുത്താട്ട് 5-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യം നിർത്തി ഒന്ന് വായിച്ചാട്ട് ചില കാര്യങ്ങൾ ആ ഓർഡറിലൊന്ന് അറിഞ്ഞാൽ മതി. അവിടെ ചെല്ലുന്നവരും ചെല്ലാത്തവരും ആരാണെന്നുള്ളതിന് നാനാവിധ വഴിക്കൂടെ ഉപദേശം തെളിയിച്ചു തന്നിട്ടുണ്ട്. എടുത്ത് വായിച്ചാട്ട്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കണം. അടുത്തത്, ദുർനടപ്പും യാതൊരശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയില് പേര് പോലും പറയരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അരുതാത്തതിന്റെ പേര് പോലും നമ്മുടെ ഇടയിൽ പറയും. നമ്മൾ തമ്മിൽ പറയരുത്, അങ്ങനെയുള്ളവ കാര്യം പറയരുത്, അങ്ങനെയുള്ള വഴി പോകരുത്, അങ്ങനെയുള്ളവർ പ്രസാദിക്കരുത്, അങ്ങനെയുള്ളവരെ അനുകരിക്കരുത്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരുന്നേലേ അങ്ങ് എല്ലാവർക്കും പഥ്യമുണ്ട്. അങ്ങോട്ടുള്ള യാത്രയ്ക്ക് നരകത്തിൽ പോകുന്നവർക്ക് ഒരു പഥ്യവുമില്ല. പിറന്നു വീഴുന്ന വഴിക്കൂടെ നേരെ ചെന്നാൽ തടസ്സമൊന്നുമില്ലാതെ അങ്ങ് നരകത്തിൽ ചെല്ലും. എന്നാൽ സ്വർഗത്തിലോട്ട് പോകണമെങ്കിലേ ഇച്ചിരി വിഷമമാണ്. അത് വിഷമമെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ കാര്യം ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ 2 വഴി കാണിച്ചു, 2 വഴി പ്രസംഗിച്ചു, 2 വഴി ബോധ്യപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി അത് നരകത്തിലെ വഴിയാണ്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണ്. അത് നരകത്തിലാണ്. നാശത്തിൽ കൂടെ കടക്കുന്ന വലിയ വിശാലം, ഏത് കൂടെ പോയാലും അതിൽ അങ്ങ് ചെല്ലും. വലിയ വിസ്തൃതമായ വഴിയാണ്. പക്ഷേ മറ്റേത് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിത്യവിങ്കിലേക്ക് പോകുന്ന വഴി എങ്ങനെയാന്നാ പറഞ്ഞേ? അത് ഇടുക്കമാണ്, പിന്നെ ഞെരുക്കമാണ്, പിന്നെ ഒന്നും അറിയത്തില്ലേ? 3 വാക്കാ കൊടുത്തിരിക്കുന്നത്. ഇടുക്കം, ഞെരുക്കം, ചുരുക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? വള്ളപ്പാട്ടും പഞ്ചിപ്പാട്ടും കൊണ്ടൊന്നും സ്വർഗത്തിൽ ചെല്ലത്തില്ല കുഞ്ഞെ. അവിടെ ചുരുക്കം പേര് തണ്ട് വെച്ച പടകൊന്നും അതിൽ കൂടെ കടക്കുകയില്ല. ഓസ്ട്രേലിയയുടെ സംസ്കാരവും അമേരിക്കയുടെ പരിഷ്കാരവും ഈ ഭൂതലത്തിന്റെ പാരീസ് മോഡലൊന്നും കൊണ്ട് കുഞ്ഞെ അങ്ങോട്ട് കടക്കാനൊക്കത്തില്ല. വളരെ ശ്രദ്ധിക്കണം. വിടേണ്ടത് വിടണം, എടുക്കേണ്ടത് എടുക്കണം, വേർപെടേണ്ടത് വേർപെടണം. അതെങ്കിലേ അങ്ങ് ചെല്ലത്തുള്ളെന്ന്. അതിനെതിരെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ പോകുമെന്ന് ചിലർ പറയും. ഞാൻ സ്വർഗത്തിലെ ഇപ്പം അങ്ങനെ ഒത്തില്ല, അങ്ങോട്ട് ചെന്നാലും ഞാൻ സ്വർഗത്തിലോട്ട് ഞാൻ എൻ്റേത് അത് എറിഞ്ഞു കൊടുക്കും. അപ്പം എൻ്റേത് ദൈവം എടുക്കത്തില്ല, തൊട്ടാശുദ്ധിയാ. ഞാൻ അങ്ങോട്ട് കയറിയാൽ പിന്നെ ഞാൻ ഇറങ്ങത്തില്ല. അല്ല, മിടുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കയറിയാൽ പിന്നെ ഇറങ്ങത്തില്ല. എന്നാൽ ഞാൻ പറയാം, അബദ്ധവശാൽ ഒരുത്തൻ കയറി. മത്തായി 22 ഒരു സംഭവമാണ്. കല്യാണ സദ്യയ്ക്ക് പ്രവേശിക്കാൻ രാജാവ് ആളെ വിളിച്ചു. കല്യാണ വസ്ത്രം യഹൂദന്മാരുടെ ഉപമര്യാദ യൂണിഫോം കൊടുത്ത് പുറത്തു നിന്നേ യൂണിഫോം ധരിപ്പിച്ച് അകത്ത് കയറ്റുന്നത്. അങ്ങനെ രാജാവ് ഇരുന്നുകാരെ നോക്കാൻ ഈ അകത്തോടെ എല്ലാം കയറി എല്ലാം നോക്കിയപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിക്കാൻ ഇതിനകത്തിരിക്കുന്നു. അതിന്റെ കാരണം കല്യാണ വസ്ത്രം യൂണിഫോം അല്ലേ. ഇവൻ വലിയ രാജകുടുംബത്തിലെ ആളാണെങ്കിൽ കല്യാണത്തിന് പറ്റിയ പുതിയ വസ്ത്രവും വലിയ മികച്ച വസ്ത്രവും ഒക്കെ ഉടുത്തുകൊണ്ട് അവൻ അതിനകത്ത് വന്ന് അവൻ്റേതും കൊണ്ട് അങ്ങോട്ട് കയറി. അപ്പൊ എല്ലാരേക്കാളും മെച്ചമായി ഇവനെന്ന് അവന് തോന്നി. രാജാവ് നോക്കിയപ്പോൾ ഉണ്ടടാ, ഗേറ്റ് കീപ്പറെ വെച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്, യൂണിഫോം വെച്ചിട്ടുണ്ട്, മഹാറാ സ്ഥലം വെച്ചിട്ടുണ്ട്. അവൻ എല്ലാവരും മാറി. ഇവൻ പഴയത് അവൻ്റേതും കൊണ്ട് കയറി അകത്തിരിക്കുക. എങ്ങനെയാ കയറിയെന്ന് എന്നോട് ചോദിക്കല്ലേ, എനിക്കും അറിയാൻ വയ്യ, രാജാവിനും അറിയാൻ വയ്യ. എന്നോട് എഴുതിയേക്കുന്നേ. അപ്പൊ ചോദിച്ചു, സ്നേഹിത, ഇപ്പൊ ഇവൻ വിചാരിച്ചത് പറയാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, കൊള്ളാം, നീ എന്തിനാ ഇതും കൊണ്ട് വിട്ടിരിക്കുന്നത്? എന്റെ അടുത്ത് വന്ന് എന്റെ കൂടെ ഇരിക്കേ. അപ്പൊ രാജാവിന്റെ അടുത്തിരിക്കാൻ വിളിക്കാൻ വന്നതാന്നാ ഇവന്റെ മനസ്സിലിരിപ്പ്. സ്നേഹിത, ഹലോ മൈ ഡിയർ ഫ്രണ്ട്. അവനെ പിന്നെ തറയിരുത്തു, അങ്ങ് വിളിച്ചോണ്ട് പോകാൻ വന്നോ വിചാരിച്ചു. പക്ഷെ അടുത്ത വാക്ക് നോക്കിക്കോണം. സംബോധന സുഖമാണെങ്കിലും സംഭവം ഭയങ്കരമാണ്. സ്നേഹിതാന്ന് വിളിച്ചേ ചെടുക്കടാ, അവന്റെ കാലും കൈയും കെട്ടടാ, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിക്കൊണ്ട കളയടാ, അവിടെ കരച്ചിലും പല്ലുകടിയുമാടാ എന്നാ പറഞ്ഞത്.
അപ്പൊ എങ്ങനെയുണ്ട് കാര്യം? കേറി പറ്റിയാലും കയ്യും കാലും കെട്ടി പൊക്കിയെടുത്ത് അവനെ കൊണ്ടുവന്ന് നരകത്തിലിട്ട് പല്ലിന്റെ കടിക്ക് കൂട്ടിക്കടിക്കാൻ ഒരു മുട്ടായി പോലും കിട്ടത്തില്ല. കരച്ചിലും പിന്നെ പല്ലുകടിയും പിന്നെ കരച്ചിലും. ഇതല്ലാതെ അവിടെ ഒന്നുമില്ല. കുഞ്ഞേ, അബദ്ധമൊന്നും പറ്റല്ലേ. നിന്റെ തത്രപ്പാട് കൊണ്ടും നിന്റെ ദുരുദ്ദേശം കൊണ്ടും നിന്റെ സങ്കല്പം കൊണ്ടും സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന് ഒരുത്തനും വിചാരിക്കരുത്. വിടവടച്ച മറുപടിയാണ് തന്നിരിക്കുന്നത്. സ്നേഹിത, നീ എങ്ങനെ വന്നു? അവന് വാക്ക് പൊട്ടിപ്പോയി. അവനെ എടുത്ത് ഏറ്റവും പുറത്തുള്ള ഇരട്ടിക്കൊണ്ട് കളയാൻ പറഞ്ഞു. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ടൊന്നും കാര്യങ്ങൾ ചെല്ലാൻ ഒക്കത്തില്ല. നമ്മൾ വചനപ്രകാരം സൂക്ഷിച്ചു പോയേ പറ്റൂ. ശരിയാണല്ലേ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എഫേസ്യലേഖനം വായിച്ചു തീർന്നില്ല. എഫേസ്യലേഖനം മുമ്പോട്ടെടുത്ത് വാക്യം വായിച്ചാട്ട്. 5-ാം അധ്യായം. വിശുദ്ധന്മാർക്ക് ഉചിതമാവണ്ണം പോകണം. അടുത്ത വാക്ക് ചീത്തത്തരം. ഇങ്ങനെ ഇത് നമ്മുടെ സാധാരണ മേശയിലൊക്കെ വരുന്നതാ. 4 പേര് കൂടാമെങ്കിൽ സ്തോത്രമല്ല വരുന്നത്, പിന്നെന്താ വരും? ഈ പറഞ്ഞതൊക്കെ സാധാരണ വരുന്ന പാവങ്ങളാ. എന്താ വരുന്നത്? ചീത്തത്തരം, പിന്നെ പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ഇങ്ങനെ ചേർച്ചയല്ലാത്തതോ ശകലമാകണമെന്നല്ല, ഒന്നും വരുത്. വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ സമ്മേളനത്തിലോ നമ്മുടെ കൂട്ടായ്മയിലോ നമ്മുടെ സംസാരത്തിലോ വരരുത്. എന്നോട് പണിങ്ങിയ ഗുണമൊന്നുമില്ല കുഞ്ഞെ. ഈ പുസ്തകത്തിൽ വെച്ചേക്കതേ ഞാൻ പറഞ്ഞോളല്ലോ. ഞാൻ കൂടുതലൊന്നും കൂട്ടി പറഞ്ഞില്ലല്ലോ, കുറച്ചും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതാണ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സ്തോത്രം അത്രേ വേണ്ടുന്നത്. നമുക്കില്ലാത്തത് എന്തേ ഉള്ളൂ? ഇല്ലാത്തതിന്റെ പേര് പറഞ്ഞാട്ട്. ഈ 3 ദിവസത്തെ യോഗത്തിന് എത്ര സ്തോത്രം പറഞ്ഞതിനകത്ത് വന്നിട്ടുള്ളവർ? ഒന്നും പറയാത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. ചിലപ്പോൾ പറഞ്ഞവരുണ്ട്, സമ്മർദ്ദം കൂടിയാ വേണ്ടി വന്നാൽ പറയുന്നവരുമുണ്ട്. നീ തന്നെ പറയേണ്ടത് ആ സ്തോത്രം അത്രേ വേണ്ടുന്നത്. അടുത്ത വാക്ക് വായിച്ചേ കുഞ്ഞേ. ദുർനടപ്പുകാരൻ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നു നിങ്ങൾ അറിയുന്നല്ലോ. അപ്പൊ അവിടെ അവകാശമില്ലാത്ത ആരൊക്കെയാ? ഏത് സഭക്കാരാ? വല്ല സഭക്കാരുടെയും പേര് പറഞ്ഞോ? പറഞ്ഞില്ല. ഈ പ്രവർത്തിക്കാർ സ്വർഗത്തിൽ പോകില്ലെന്നാ പറഞ്ഞത്. ഒരുത്തിനോട് അവകാശം പ്രാപിക്കുകയല്ല. ഈ പ്രവൃത്തി വല്ലതും കയ്യിലുണ്ടോ? ലിസ്റ്റ് ഒന്ന് ശോധന ചെയ്തേ. ആ ചരക്ക് വല്ലതും കയ്യിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഓസ്ട്രേലിയയിൽ വരണമെങ്കിൽ അതിന്റെ നിയമനിബന്ധനകളുണ്ട്. അമേരിക്കയിൽ പോകണമെങ്കിൽ അതിന്റെ നിയമനിബന്ധനകളുണ്ട്. നിങ്ങൾക്കൊരു ജോലി പ്രവേശിക്കുന്ന അതിന് നിയമനിബന്ധനയുണ്ട്. സ്വർഗത്തിൽ പോകുന്ന കുത്തഴിഞ്ഞ സ്ഥലമല്ല. സ്ട്രിക്റ്റ് ആയിട്ട് നിയമനിബന്ധനകൾ അവിടെയുമുണ്ട്. പ്രമാണമുണ്ട് അതിന്. ആ പ്രമാണം വിട്ട് കടക്കാൻ സാധ്യമല്ല എന്ന കാര്യം അറിയണം. ഇനിയും 6-ാം അധ്യായം 1 കൊരിന്തി. താഴോട്ട് വായിക്കേണ്ടത് നിങ്ങൾ വായിച്ചു. 6-ാം അധ്യായത്തിന് 9 മുതലുള്ള വാക്യം വായിച്ചാട്ട്. 1 കൊരിന്തി തന്നെ 6-9 മുതൽ വായിച്ചാട്ട്. പെട്ടെന്ന് വേണേ. അന്യായം ചെയ്യുന്നവർ കൂട്ടായ്മയും മിടുക്കന്മാരായിരിക്കും. അവർ ദേശത്ത് മഹാന്മാരുമായിരിക്കും. പക്ഷേ കുഞ്ഞെ, നീ ഓർക്കണേ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അടുത്ത വാക്ക് വായിച്ചേ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ചില മുമ്പേ അങ്ങനെ ആയിരുന്നു, ഇനി അങ്ങനെ ആകരുത്. മുമ്പേ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞേച്ച് പിന്നെ അങ്ങനെ ആകരുത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? രഹസ്യത്തിൽ കള്ള് കുടിച്ചാലും വീടി വലിച്ചാലും ചൂത് കളിച്ചാലും മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ടു. ഇവനാരും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം അവകാശം ആക്കത്തില്ല. ഭൂമിയിലെ സഭകളിൽ വലിയച്ഛന്മാരായി വാഴാം. സ്വർഗത്തിന്റെ പടിവാതിൽ കാണത്തില്ല ഈ പ്രവർത്തിക്കാരൻ. സ്വർഗത്തിന്റെ പടിവാതിൽ ഈ വ്യക്തിയിൽ കാണത്തില്ലെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് എല്ലാം പ്രാപിച്ചെന്ന് അഭിപ്രായപ്പെട്ടാലും ഈ വക പ്രവർത്തികൾ കൈവശമുണ്ടെങ്കിൽ സ്വർഗം കണി കാണുകയില്ല. അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്ന ഒരുത്തരും അതിൽ കടക്കുകയില്ല. ഞാനിതിന്റെ വിശദീകരണമാണ് തരുന്നത്. അത് അശുദ്ധി എന്താണ്, അത് മ്ലേച്ഛത എന്താണ്, ദൈവ കോപ ഹേതുവായ പാപം എന്താണ്, അവിടെ കടക്കാനുള്ള അയോഗ്യത എന്തൊക്കെയാണെന്നായി പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വെച്ച് വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചു പഠിക്കണം കേട്ടോ.
എന്താണെന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അത് വളരെ ക്ലിയറായിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കുകയാണ്. ഇത്രയും പാപത്തിന് ലിസ്റ്റുകൾ കുറഞ്ഞത് ഇപ്പം തന്നതാണ്. ഇനി എന്തെല്ലാം കിടക്കുന്ന ലിസ്റ്റ് എടുത്ത് വായിക്കാൻ. മദ്യപാനി സ്വർഗരാജ് വാക്യം പറഞ്ഞ് കള്ളു കുടിക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. വാക്യം പറഞ്ഞോണ്ടോ ഇച്ചിര കുടിച്ചോളാം തീമത്യോസൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇച്ചിര കുടിക്കാം, ഇച്ചിര കുടിച്ച് മുഴിക്കുടിയനാകാം, പിന്നെ മുടിഞ്ഞ് നശിച്ച് കുടുംബവും തറവാടും എല്ലാം കളയാം. ഞാൻ സിംഗപ്പൂരിൽ ചെന്ന് 77 ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തുമ്പോങ്കാരനൊരു പഴയ ക്രിസ്ത്യാനി, വളരെ പ്രബലമായ കുടുംബത്തിൽ, അറിയപ്പെട്ട കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ വളർന്നവനാണ്, ഏതോസം എൻ്റെ വീട്ടിലുമുണ്ട്, ഞാൻ ദിവസവും വായിക്കും. പക്ഷേ മദ്യപാനി സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഞാൻ ഇന്നാ കേട്ടത്. എന്താ ചെയ്യുന്നത്? ഞാൻ ചില വാക്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ ഞാൻ ഇതുവരെ ഈ വാക്യം വായിച്ചിട്ടില്ല. പിന്നെ പുള്ളി സങ്കീർത്തനമേ വായിച്ചിട്ടുള്ളല്ലോ. ഇതിനകത്തിരിക്കുന്നവരും അങ്ങനെയല്ലേ പലരും. കുറുക്ക് വഴിക്ക് ഒരു സങ്കീർത്തനം വായിച്ചു, 121 സങ്കീർത്തനം, 117 സങ്കീർത്തനം വായിച്ചു, കർത്താവേ കിടക്കട്ടെ പൊയ്ക്കോട്ടെ. അത് മാത്രമേ ഉള്ളൂ. കുഞ്ഞേനി വേദോസവും നല്ലപോലെ ഉപദേശമൊക്കെ പഠിച്ചതിലെ കാര്യം നടക്കത്തുള്ളൂ, അല്ലാതെ സുളിവിലുള്ള പണി കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട. ഇവിടുത്തെ കാര്യം സുളിവ് നടക്കുമെന്ന് നിങ്ങൾക്ക് ധാരണ, പിന്നെ അവിടുത്തെ കാര്യം മോശമാകുമോ? അതുകൊണ്ട് ശരിക്കും ജീവിക്കണേ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം മറക്കല്ലേ. ഞാനങ്ങ് പോകും, ഈ വചനം ഇവിടെ കിടക്കും കേട്ടോ, അതൊരിക്കലും പോകുകയില്ല, അത് കെട്ടുപോകത്തില്ല. ഈ കർത്താവായ യേശു സ്വർഗത്തിൽ പോകുന്നവനെ സംബന്ധിച്ച് സമാഹരിച്ചു പറഞ്ഞൊരു വേദഭാഗമുണ്ട്. ആദ്യത്തെ കർത്താവിന്റെ പ്രസംഗത്തിന്റെ ഒടുവിലെ ഉപസംഹാരമാണത്. ആദ്യത്തെ പർവ്വത പ്രസംഗം നിങ്ങൾ എല്ലാവരും അറിയും. മത്തായി 5, 6, 7, 3 അധ്യായങ്ങളാണ് ഈ പർവ്വത പ്രസംഗം കിടക്കുന്നത്. എന്നാൽ പർവ്വത പ്രസംഗത്തിന്റെ ഒടുവിൽ കർത്താവായ യേശു പറഞ്ഞു, സ്വർഗത്തെ രാജ്യത്തിൽ ആരാ കിടക്കുന്നത്? ആരാ അങ്ങോട്ട് ചെല്ലുന്നത്? യേശുക്രിസ്തു സ്വർഗത്തിന്റെ അധിപതിയും അവകാശിയും പറഞ്ഞതാണ് അങ്ങോട്ട് കിടക്കുന്നത്. എന്ത് ചെയ്താൽ പറ്റുമെന്ന് ഞാനത് തന്നെ പറയുന്നു, വരെ കൂട്ടിയും കുറച്ചും പറയുന്നില്ല. നിങ്ങൾ മത്തായി 7:21 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ, എടുത്തൊന്ന് വായിച്ചേ. 21 മുതൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ഒരുത്തനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരാ സ്വർഗത്തിൽ പോന്നേ? സിമ്പിൾ വേർഡ്സ്, സിമ്പിൾ തോട്ട്സ്, ഹാർഡായിട്ടൊന്നുമില്ല. യേശു 3 അധ്യായത്തിലെ പ്രസംഗം കഴിഞ്ഞ് ഉപസംഹരിച്ച് പറയാണ്, അതെ ഭർത്താവേ ഭർത്താവേ എന്ന് വാതോരാതെ പറഞ്ഞ് ജപിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുത്തനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഈ ഉപദേശം അനുസരിക്കുന്നു സ്വർഗത്തിൽ പോകുന്നവർ. ആ ദൈവേഷ്ടമായി ഞാനിവിടെ പറയുന്ന ഉപദേശം. അടുത്ത വാചകം കുഞ്ഞേതായിട്ട് വായിച്ചാൽ തീർന്നില്ല. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും, കർത്താവിനോട് പറയും. അടുത്ത വാക്ക്, അന്ന് ഞാൻ അവരോടെ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, അടുത്തത് എന്ന് തീർത്തു പറയും. അടുത്തത്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാ